ഹലോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയമായിട്ടുള്ള വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൂസി ഗ്രേനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർട്ടിങ് ജസ്റ്റ് ഒരു കാര്യം പറയാം. അതായത് വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയംസ് മരണത്തെക്കുറിച്ചുള്ള തീമുകളായിട്ട് ബന്ധപ്പെട്ട് കുറേ ഉണ്ടാവുമെന്നാണ് അതിൻ്റെ പഠിച്ചാളുകൾ പറയുന്നത്. അതുപോലെ തന്നെ ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് പറയുന്നതിലും അദ്ദേഹം ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ പ്രത്യേകം കവിതകൾ എഴുതാറുണ്ടെന്ന് അർത്ഥം. അദ്ദേഹം ഈ കവിതയിൽ സ്ട്രേഞ്ച് ഫിറ്റ്സ് ഓഫ് ദി പോയം ഹാവ് ഐ നോൺ അതിൽ അദ്ദേഹം സ്നേഹിക്കുന്ന ആളുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന അദ്ദേഹം പറയുന്നുണ്ട്, അതിൻ്റെ ഭയം അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൻ്റെ പോയട്രിയിലൂടെ ലൂസി എന്നുള്ള അദ്ദേഹം ലൂസി എന്ന് റെഫർ ചെയ്യുന്നത് അദ്ദേഹം നഷ്ടപ്പെട്ട ഒരാളല്ല, മറിച്ച് പല ആളുകളാണ് ക്രിറ്റിക്സ് പറയുന്നുണ്ട്. സംടൈംസ് ലൂസി സിംബിളൈസസ് ലവർ. ചിലപ്പോൾ ഒരു പ്രണയിനിയെ കുറിച്ച് പറയുന്നതാവും, ചിലപ്പോൾ ഒരു അച്ഛന് അദ്ദേഹത്തിൻ്റെ മകളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നതും പറയാറുണ്ട്. ലൂസിയുടെ ഐഡൻറ്റിറ്റി കവിതയിൽ പ്രതിപാദിക്കുന്ന ലൂസിയുടെ ഐഡൻറ്റിറ്റിയിൽ ഒരുപാട് നോഷൻസ്, ഒരുപാട് പെർസ്പെക്റ്റീവുകൾ ഉണ്ടെന്ന് ക്രിറ്റിക്സ് പറയുന്നുണ്ട്. ചിലപ്പോൾ അത് ഒരു വ്യക്തിയായിട്ടും ചിലപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുറേ ആളുകളായിട്ടും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൊതുവെ അവർ കൃത്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതുതന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ 5 പോയമുകളാണ് ലൂസി പോയംസ് എന്ന് പറയുന്നത്. ഇതാണ് സ്ട്രേഞ്ച് ഫിറ്റ്സ് ഓഫ് ദി ഫാഷൻ, ഹാവ് ഐ നോൺ, ഷീ ഡ്വെൽറ്റ് എമോങ് അൺട്രോഡൻ വേസ് 2, മൂന്നാമത്തത് ഐ ട്രാവൽഡ് എമോങ് അൺനോൺ മെൻ, നാലാമത്തത് 3 years ഷീ ഗ്രൂ ഇൻ സൺ ആൻഡ് ഷവർ, അഞ്ചാമത്തത് എ സ്ലംബർ ഡിഡ് മൈ സ്പിരിറ്റ് സീൽ. അപ്പോൾ ഈ 5 കവിതകളാണ് പിന്നെ ലൂസി പോയംസ്, വില്യം വേർഡ്സ്വർത്തിൻ്റെ ലൂസി പോയംസ് എന്ന് പറയുന്നത്. UGC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, നോക്കി വെക്കാം.